ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ബുക്ക് മൈ ഷോ ഹാങ് ആയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാലോ, എമ്പുരാൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 9 മണിക്ക് തുടങ്ങിയ ബുക്കിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ഇതുവരെ ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ല. ബുക്ക് മൈ ഷോയിലേക്ക് കയറി നമുക്ക് സിനിമ ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു രീതിയിലും. അതായത് നമ്മൾ കമ്പ്യൂട്ടർ വഴി നോക്കുമ്പോഴത്തേക്കും സൈറ്റ് കാണുന്നില്ല, ഹാങ് ആയിട്ടിരിക്കുന്നു. ഫോൺ വഴി നോക്കുമ്പോഴത്തേക്കും നടക്കുന്നില്ല. അതുപോലെ ബുക്കിംഗ് ആണ്. ബുക്ക് മൈ ഷോ പറയുന്നത് 1 മണിക്കൂറും കൊണ്ട് 86,000 ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ബുക്ക് മൈ ഷോ പറയുന്നത്. രാവിലെ വന്നിട്ട് ഇത് തന്നെയാണ് മെയിൻ പരിപാടി. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രീതിയിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് 6 മണിയുടെ ഷോ എറണാകുളത്തെ ടിക്കറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് തന്നെ. എന്തായാലും റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇപ്പോൾ എമ്പുരാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. എന്തായാലും ഓഫീസിൽ ഇപ്പോൾ രാവിലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും സിനിമ കാണാനുള്ള ഒരു പ്രതീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല, അതിൻ്റെ സങ്കടമുണ്ട്. എന്നാൽ നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നിഖിലേ, നിഖിൽ നമ്മുടെ എഡിറ്ററാണ്. രാവിലെ മുതലേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമല്ലേ, എന്താ അവസ്ഥ? ഫുള്ള് സോൾഡ് ഔട്ട്. എത്ര നേരം നോക്കുന്ന ഒരു 3/4 മണിക്കൂറിന് മുകളിലായി. അവളെ ഒരുത്തി അവിടെ എല്ലാരും ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. രാവിലത്തെ ഷോ ആണോ ബുക്ക് ചെയ്തത്? 6 മണിയുടെ ഷോ കണ്ടാലേ കാര്യമെന്ന് വിചാരിച്ച് ഇങ്ങനെ ബുക്ക് ചെയ്തതാ. കിട്ടുന്നില്ല, കുറേ നേരമായി നോക്കുന്നത്. ഇതാണ് FDFs കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ പടം എമ്പുരാൻ, പൃഥ്വിരാജിൻ്റെ പടം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് അത്രയും ഹൈപ്പുള്ളൊരു സിനിമയാണ്. ഇതുപോലെ ഒരു ട്രെൻഡ് മലയാളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒടിയനായിരുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു ഹൈപ്പിൽ വന്ന ഒരു സിനിമ. ജീവ വന്നപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും FDFs കാണണം എന്നുള്ള ഒറ്റ രീതിയിൽ തന്നെ ഇത്രയും നേരം ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താ ജീവ അവസ്ഥ? ആദ്യം FDFs കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഡേ ഏതെങ്കിലും ഒരു ഷോ കണ്ടായിരുന്നു മതി. ഭയങ്കര ഇതെന്താണ് ഇത് ഇത്ര, ദിസ് ഈസ് റോങ്, ദിസ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. എനിക്ക് ടിക്കറ്റ് വേണം. ഏതെങ്കിലും തിയേറ്റർ ഉടമ ഇത് കാണുമ്പോൾ പ്ലീസ് ഒരു ഒരൊറ്റ ടിക്കറ്റ് മാത്രം മതി, ഞാൻ വരും, ഞാൻ കാണും. ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പുഷ്പയുടെ റെക്കോർഡ് അല്ലെങ്കിൽ ലിയോ കേരളത്തിലിട്ട റെക്കോർഡ് എമ്പുരാൻ മറികടക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മറികടക്കും. ഫസ്റ്റ് ഡേ തന്നെ. അതും എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ എത്രയോ പേര് കിട്ടിയിട്ട് നോക്കിയിട്ട് കിട്ടാണ്ടിരിക്കും. 86K ആണ് ഇപ്പം വരുന്നത്. പിന്നെ അടുത്ത് ഇത് പൊട്ടിച്ച് തകർക്കും. ലാലേട്ടനും പൃഥ്വിരാജും ലിയോ ഒക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ആദ്യ ദിവസം കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം നല്ല വിഷമമുണ്ട്. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും ടിക്കറ്റൊക്കെ തരാണെങ്കിൽ ഇരട്ടി പൈസക്ക് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. ആണ്. അതെ, തീർച്ചയായിട്ടും. ചിലപ്പം എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാകും. കാരണം ഈ പറയുന്ന പോലെ പല ആൾക്കാരും മാസമായിട്ട് ടിക്കറ്റ് ബൾക്കായിട്ട് ബുക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ കരിഞ്ചന്ത എന്ന് പറയുന്ന പരിപാടി, ടിക്കറ്റ് മറിച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. ഇപ്പം ബുക്ക് മൈ ഷോ പറഞ്ഞത് 86,000 ടിക്കറ്റ് 1 മണിക്കൂറിനുള്ളിൽ ബുക്കായി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 86,000 നമുക്കൊരു മിനിമം ഒരു 150 രൂപ ടിക്കറ്റിന് ഇട്ട് നോക്കാം. അപ്പോൾ 86,000 × 109 1,29,00,000 രൂപ. ഇപ്പോൾ അങ്ങനെ തന്നെ വന്നിരിക്കണം. ഞാൻ മിനിമം ആണ് പറയുന്നത് 150 രൂപ. പലയിടത്തും 250 ഉണ്ട്, 300 ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം 2 കോടിയോളം രൂപ ഇപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ രാവിലെ വന്നിട്ട് എങ്ങനെയെങ്കിലും കാണണമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്താണ് അതുൽ? അതന്നെ, ടിക്കറ്റ് എവിടെ കിട്ടാൻ്റെ എറണാകുളം ഫുൾ നോക്കി എല്ലാവർക്കും സോൾഡ് ഔട്ട്. ഈ പിറ്റേ ദിവസമോ സാറ്റർഡേ സൺഡേ കാണാമെന്ന് വിചാരിക്കാം. നമുക്ക് എറണാകുളത്തു നിന്ന് അടുത്തുള്ള തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടയോ ആലപ്പുഴയോ പോയി നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും തന്നെ അവസ്ഥ. എവിടെ പോലും ടിക്കറ്റ് കിട്ടാനില്ല, തീർന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം അതിലിപ്പോൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും മാസമായിട്ടുള്ളൊരു ബുക്കിംഗ് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബുക്ക് മൈ ഷോ സെയിൽ കാണുന്നത്. ആദ്യമായിട്ടാണ്. അത് സൈറ്റ് പോലും ഓപ്പൺ ആകുന്നില്ല. ബുക്ക് മൈ ഷോ ക്രാഷ് ആയ അവസ്ഥയാണ്. ബുക്ക് മൈ ഷോ വേറെ ലാപ്പ് നോക്കേണ്ടി വരും. PVR ഓ Paytm ഓ ഡിസ്ട്രിക്റ്റോ അങ്ങനെ വേറെ ലാപ്പ് നോക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് എമ്പുരാൻ ആദ്യം ബുക്ക് ചെയ്യാൻ പോയ ആൾക്കാർക്കുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കാണുന്നവർക്കും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. കാരണം വിഷമത്തിലായിരിക്കും പലരും. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു, കിട്ടുന്നില്ല. ഇനി നേരെ തിയേറ്ററിൽ പോയിട്ട് ചേട്ടാ 2 ടിക്കറ്റ് ഞങ്ങൾക്ക് തരും. കിട്ടിയോ? നിഖിലിന് ടിക്കറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. നിഖിൽ എവിടെ കിട്ടിയ? കഷ്ടപ്പെട്ട് നോർത്ത് പറവൂരിൽ, ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം, നോർത്ത് പറവൂരിൽ ഒരു ടിക്കറ്റ് കിട്ടിയതാണ്. അത് പോയെന്നാണ് പറയുന്നത്. ജീവ ചാടിയാണ് വരുന്നത് ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പ്രതീക്ഷയും പോയി. പിന്നെ റിപ്പീറ്റ് ആയിട്ട് 6 മണിക്കുള്ള ഷോസ് 4-5 ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നവർ എന്ത് ചെയ്യും? കാരണം എന്തായാലും ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പല കാര്യങ്ങളും പുറത്തു വരും. ഇനിയും എന്താ കവിതയൊക്കെ 6 മണിക്കുള്ള ഷോ പ്ലീസ് ഇടൂ, വന്ന് കാണാം. പിന്നെ ആരൊക്കെങ്കിലും ടിക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ ഒരു 10 ടിക്കറ്റ് ഫിലിം ബീച്ചിനും കൂടെ പ്ലീസ്.
അപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു വലിയൊരു തിരിച്ചുവരവ്, കംബാക്ക്, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കംബാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർ അത്രയോളം പ്രതീക്ഷ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുപോലൊരു മാസ് ബുക്കിങ്ങിലൂടെ ഇപ്പോൾ ആ ഒരു റെസ്പോൺസിലൂടെ പ്രേക്ഷകർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെയുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് ഞാനോ നോക്കട്ടെ.